നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ജൂൺ 19 ശുഭദിനം, വായനാ ദിനാചരണം. എല്ലാ വർഷവും ജൂൺ 19 വായനാ ദിനം നമുക്കാർക്കും മറക്കാൻ പറ്റാത്ത സുദിനം. ബഹുമാന്യനായ PN പണിക്കറിൻ്റെ അനുസ്മരണ ദിനവും കൂടിയായി ഈ വായനാ ദിനത്തിൽ അനുഗമിച്ചുകൊണ്ടാണ് ഈ വായനാ ദിനവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾ. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂളിൽ നിന്നും എച്ച് സാന്റോ ജോർജ് വായനാ ദിന സന്ദേശം നൽകുന്നു. മത്സരങ്ങൾ ഇന്നലെ തന്നെ സംഘടിപ്പിച്ചു. JCയുടെ സഹകരണത്തോടെ ഇന്ന് JC തൊടുപുഴ ടൗണിൻ്റെ സഹകരണത്തോടെ ഇന്ന് ആ കുട്ടികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പിള്ളേർക്ക് വ്യത്യസ്തമായ പുസ്തകങ്ങൾ കാണുവാനും അത് വാങ്ങുവാനുമുള്ള അവസരം ഇന്ന് പുസ്തക പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു 11 മണിയാകുമ്പോൾ വിവിധ കുട്ടികളുടെ നിലവാരത്തിലുള്ള പലതരത്തിലുള്ള പുസ്തകങ്ങളുടെ പ്രദർശനം നടക്കുന്നുണ്ട്. അത് കുട്ടികൾക്ക് കാണുക, അതുപോലെ വായിക്കുക എന്നുള്ള പദ്ധതി നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേറെ വ്യത്യസ്തമായ പദ്ധതി എന്ന് പറഞ്ഞാൽ ക്ലാസ് ലൈബ്രറിയിൽ പിറന്നാൾ പുസ്തകം എന്ന പദ്ധതിക്ക് നമ്മൾ തുടക്കം വയ്ക്കാം. കാരണം ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ പിള്ളേരൊക്കെ മിഠായികളാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് വലിയൊരു വിഷയമായി കൊണ്ടിരിക്കുക. അപ്പോൾ പ്ലാസ്റ്റിക്കിനെ ഉന്മൂലനം ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ മാറിയ കാലഘട്ടത്തിൽ പഴയ തരത്തിലുള്ള ഈ ലൈബ്രറി പുസ്തകങ്ങൾ വായിക്കുന്ന ശീലം കുട്ടികൾക്ക് കുറവാണ്. അപ്പോൾ ക്ലാസ്സിൽ തന്നെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച പുസ്തകങ്ങൾ വായിക്കാനുള്ള അവസരം കൊടുക്കാൻ വേണ്ടി പിറന്നാൾ പുസ്തകം എന്ന പദ്ധതിക്ക് ഇന്ന് നമ്മൾ തുടക്കം കുറിക്കാം. ഏതാണ്ട് കഴിഞ്ഞ ദിവസം തന്നെ തുടക്കം കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം 25ഓളം പുസ്തകങ്ങൾ നമുക്ക് ഓരോ ക്ലാസ്സിലേക്ക് ലഭിച്ചിട്ടുണ്ട്. കുട്ടികൾ അവരുടെ ബർത്ത്ഡേക്ക് പുസ്തകങ്ങൾ ആ മിഠായി വാങ്ങിക്കുന്ന കാശുകൊണ്ട് പുസ്തകങ്ങൾ സംഭാവന ചെയ്യും. അതോടൊപ്പം തന്നെ ഇത് വലിയൊരു ആശയം കൂടിയാണ്. ഇപ്പോൾ മൊബൈലിലൊക്കെ അഡിക്റ്റായ കുട്ടികൾ ആ മൊബൈലിലേക്ക് മാറി വായനാശീലത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു വലിയ ആശയത്തിനാണ് നമ്മൾ ഈ വർഷം വായനാ ദിനത്തോടനുബന്ധിച്ച് തുടക്കം കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങളാണ് നമ്മൾ വായനാ ദിനത്തിൽ ഒരുക്കിയിരിക്കുന്നത്.